ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കൂട്ടിയും കിഴിച്ചും ഫലം വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അവർ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയുടെ അവസാനമാണ്. ഡൽഹിയിൽ എന്നല്ല, രാജ്യത്തിന്റെ തന്നെ പ്രസക്തി നഷ്ടമായ ആം ആദ്മി പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല. കിട്ടാക്കനിയായ ഡൽഹി എന്ന രാജ്യ തലസ്ഥാനത്തിന് BJPക്ക് തീരെഴുതി നൽകിയിട്ടാണ് ആം ആദ്മി പാർട്ടി എന്നേക്കുമായിട്ട് കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. അഴിമതി രഹിത ഭരണം എന്ന ക്രിസ്മസ് സന്ദേശത്തോടെയാണ് 2013 രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത ആം ആദ്മി പാർട്ടി അതേ വർഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലേറിയത്. സർക്കാർ മന്ദിരങ്ങളിൽ താമസിച്ച് വില കൂടിയ വാഹനങ്ങളിൽ വന്നിറങ്ങുന്ന VIP നേതാക്കളെ കണ്ടു ശീലിച്ച ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്ക് സാധാരണ വേഷത്തിൽ കയ്യിലൊരു ചൂലുമായി ഇറങ്ങി വന്ന നേതാവ് മുഖ്യമന്ത്രി കസേരയിലും എത്തി. പിന്നീട് അങ്ങോട്ട് ചൂൽ വിപ്ലവമായിരുന്നു ഡൽഹിയിൽ. രാജ്യത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന അഴിമതി തൂത്തെടുക്കാൻ ചൂലുമായി എത്തിയ AAPയും കേജ്രിവാളും 12 വർഷങ്ങൾക്ക് ശേഷം അഴിമതിയുടെ ചുഴിയിൽ തന്നെ അകപ്പെട്ട് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. മദ്യനയ അഴിമതി കേസിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജയിൽവാസത്തിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങി എല്ലാ ഔദ്യോഗിക സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ച് സാധാരണക്കാരനായി കേജ്രിവാൾ ഒരിക്കൽ കൂടി മുന്നിൽ എത്തിയെങ്കിലും ജനം അത് വിശ്വസിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയിലേക്കാണ് AAP വീണത്. മറ്റ് ഗത്യന്തരമൊന്നുമില്ലാതെ ഡൽഹി ജനത ഭരണം BJPക്ക് വെച്ചു നീട്ടുകയും ചെയ്തു. 2013 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളിൽ ആരാണ് അരവിന്ദ് കെജ്രിവാൾ എന്നതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ പരിഹാസം. വോട്ടെണ്ണുന്ന ദിവസം അവർക്കതിന് മറുപടി കിട്ടി. 15 വർഷം ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ കസേര തെറിച്ചു. കോൺഗ്രസിന്റെ കരുത്തായ മുഖ്യമന്ത്രിയെ അവരുടെ മണ്ഡലത്തിൽ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു കെജ്രിവാളിന്റെയും AAPയുടെയും തിരഞ്ഞെടുപ്പിന്റെ അരങ്ങേറ്റം തന്നെ. പിന്നീട് അങ്ങോട്ട് ഡൽഹിയിൽ ആപ്പിന്റെ നാളുകളായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഡൽഹി മോഡൽ അവതരിപ്പിക്കാൻ ആപ്പിന് തുടക്കത്തിൽ കഴിഞ്ഞു. തൊട്ടു പിന്നാലെ 2017 പഞ്ചാബിൽ അരങ്ങേറ്റം കുറിച്ച ആം ആദ്മി പാർട്ടി ആദ്യ അംഗത്തിൽ തന്നെ മുഖ്യ പ്രതിപക്ഷമായി മാറി. 2022 അവരുടെ രണ്ടാം അംഗത്തിൽ പഞ്ചാബിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ തൂത്തെറിഞ്ഞ് ഭരണം പിടിക്കുകയും ചെയ്തു. 2011 അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ ലോക്പാൽ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. 2006 ആദായ നികുതി വകുപ്പിൽ നിന്ന് ജോയിന്റ് കമ്മീഷണറായി സ്വയം വിരമിച്ച കെജ്രിവാളിന് തന്റെ കരിയറിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിച്ച കെജ്രിവാളിനെ ഏഷ്യയിലെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കുന്ന മക്സസെ അവാർഡ് 2006 തേടിയെത്തുകയും ചെയ്തതാണ്. അഴിമതിക്കെതിരായ പോരാട്ടം ഉയർത്തിക്കാട്ടി രാജ്യ തലസ്ഥാനത്ത് 3 തവണ അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിന് ആപ്പിനും 4ാം തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് തങ്ങൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങളെ വിശദീകരണവുമായിട്ടാണ്. ആ വിശദീകരണത്തിൽ പക്ഷേ ജനം സംതൃപ്തരായില്ല. ഒടുവിൽ തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ ആപ്പ് തകർന്ന് അടിയുമ്പോൾ ആ ഒഴിവിൽ മുന്നേറാനുള്ള അവസരം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്.